മർഗോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലൊരു ചെറിയ സ്റ്റോൺ ജനറേറ്ററാണ്. ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. നേരെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് പോയി കണ്ടിട്ടൊരു ഗൈസ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഹാപ്പി ക്രിസ്മസ്. നമ്മളിവിടെ കുറേ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ നോക്കിയ ഒബ്സിഡിയനായിപ്പോയി ഗൈസ്. മാത്രമല്ല പിന്നെ നമ്മൾ ആ പോർട്ടൽ ഫുള്ളാക്കിയായിരുന്നു. ഞാൻ പോർട്ടലിലൊന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങിയൊക്കെ നോക്കിയപ്പോൾ കാര്യം കണ്ട്, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു. പിന്നെ എൻ്റെ ലാവ സോഴ്സ് കണ്ടു ഗൈസ്. എനിക്കിനി അൾട്ടിമേറ്റ് ലാവ സോഴ്സ് വേണ്ട. ഇവിടെ ഇതിൻ്റെ കഥയെന്ന് വെച്ചാൽ ഇവിടെ ഗ്രാവലായിരുന്നു, മൊത്തം ഗ്രാവലായിരുന്നു. ഗ്രാവൽ കണക്കുള്ള സാധനമായിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് എനിക്ക് ഗ്രാവലിരിക്കുന്നതായിട്ട് ഇവിടെ സ്റ്റോൺ ജനറേറ്റർ ചോരെണ്ണം വെച്ചതേ ഉള്ളൂ. എല്ലാം കൂടെ താഴോട്ട് പോകുന്നു. കാരണം എന്താ, ഇതിൻ്റെ അകത്ത് മൊത്തം ലാവ. ഞാൻ കണ്ടെത്തി ഇവിടെ ലാവ. ഞാൻ മാറ്റി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അവിടെയും ലാവ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടി മൊത്തം ലാവയാണ്. ഒരു ബ്ലോക്കൊന്ന് ഒഴിച്ച് നോക്കിയാൽ അവിടെ ലാവയായിരിക്കും. ഇല്ല, ഇവിടെ ലാവയല്ല, ഇവിടെ ലാവയല്ല. ലാവ ഇതാണ്. അല്ല, ഞാൻ ബ്ലോക്ക് വെച്ചല്ല, അത് കുഴിച്ച് നോക്കിയത്. അവിടെ ലാവ വല്ലതും എന്തേലും ഉണ്ടോ എന്ന് കുഴിച്ച് നോക്കിയപ്പോഴാണ് ഈ സാധനം കണ്ടത്. ലാവയിലൊന്നും ചെന്ന് വീഴല്ലേ. പിന്നെ എൻ്റെ ഇതൊക്കെ കുറഞ്ഞിരിക്കുന്നതാണോ, ഞാൻ ചത്ത് കൈസ് പോയി. അതെ, ഞാൻ ഒന്ന് പോയി ചത്ത്. ഒരു ക്രീപ്പറിനെ പൊട്ടിച്ച് ഞാൻ ലാവിച്ച് വീണു. പിന്നെ നമ്മളിവിടെ 2 ഡബിൾ സിസ്റ്റം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മുടെ സാധനങ്ങൾ വെച്ച് ഞാൻ അവൻ്റെ എല്ലാം എടുത്തുകൊണ്ടുവന്നു. പിന്നെ ഞാൻ ഇവിടെ മൊത്തം മൈനിങ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ അങ്ങനെ കുഴിച്ച് മൈനിങ്ങില്ല, ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ അപ്പുറത്ത് സൈഡിൽ കുറേ അയണ് ഉണ്ട്. അത് മൊത്തം മൈൻ ചെയ്തെടുത്ത്, പിന്നെ കടലിൻ്റെ അടിയിൽ പോയി അവിടെ കുറേ അയണ് ഉണ്ട്, അതും കുറേ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടെ ഒരു ബക്കറ്റും ഉണ്ടാക്കി. ബക്കറ്റ് എല്ലാം പോയായിരുന്നു. സ്റ്റീലും ഗോൾഡ് ആർമറും എല്ലാം പോയി. നമുക്ക് ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റോൺ ബിൽഡിംഗ് ബ്ലോക്ക്. ഇവിടെയൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ നോക്കിയ സ്റ്റോൺ ജനറേറ്ററിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, അതിനകത്ത് നിന്ന് പൊട്ടിച്ചെടുക്കുക. എന്നുവെച്ചാൽ ഇതൊരു സ്റ്റോൺ ജനറേറ്റർ എന്നൊക്കെ പറയാം. ഞാൻ പറയും ഇന്ന് അത്ര എഫിഷ്യൻ്റ് അല്ല ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഈ വീട് എൻ്റെന്ന് അറിയാൻ ഞാൻ ഇപ്പം എന്തോ ചെയ്യും? കാര്യം ചെയ്യും. എൻ്റെന്നല്ല, ഈ വില്ലേജറിൻ്റെ വീടാണ്. ഞാൻ എൻ്റെ റിസോഴ്സൊക്കെ വെച്ചേക്കുന്നത് ഈ വീട്ടിലാണ്. ഇങ്ങനെ വെച്ചേക്കാം. ഒരു വീടാന്ന് അറിയാനെ കൊണ്ട് മാത്രം ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ അതിനുശേഷം എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് സാധനം ക്രാഫ്റ്റ് ചെയ്യണം. എന്തുവായിരുന്നു എൻ്റെ പേര്, മറന്നും പോയി. അയ്യോ, നെഗറ്റീവ്. നമുക്ക് ബട്ടൺ അല്ലായിരുന്നു വേണ്ടുന്നേ. ബട്ടനാ വേണ്ടുന്നേ. ഇതിനകത്ത് വുഡുണ്ടോ? ഇല്ല. ഇതിനകത്ത് വുഡുണ്ടോ? 7 ഉണ്ട്, അത് മതി. ഒരു ബട്ടൺ, 2 ബട്ടൺ. ഓക്കെ, അല്ലാതെ എടുത്തതിന് ശേഷം 2 ഇതും കൂടെ വേണം.
അതെടുത്ത് ഇനി അതെടുത്ത് നമ്മുടെ വീടിന് വേണ്ടി ഒരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് കുഞ്ഞൊരു വീഡിയോ ആണ്. അയ്യോ, സ്റ്റെയർ ഉണ്ടാക്കി. സ്റ്റെയർ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതി വെച്ച് ഇവിടെ പൊട്ടിച്ച് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതി വെച്ച് ബക്കറ്റ് എടുത്തിട്ട് വെള്ളം എടുത്ത് വെള്ളം എടുത്തില്ലേ വെള്ളം എടുത്ത് ഇതിനകത്തൊഴിച്ച് ഇനി ഒരു ബക്കറ്റ് ലാവ വേണം. ലാവയും കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോൺ ജനറേറ്റർ പൂർത്തിയായി. ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോൺ ജനറേറ്റർ കംപ്ലീറ്റ് ആയി. ഇനി ഒരു ബട്ടണും കൂടി ഇവിടെ വെക്കണം. ഇവിടെ ഒന്ന് വെക്കണം, അവിടെ വെക്കണ്ട. ഇനി നമുക്ക് ഇറങ്ങുക. ഇവിടെ വെക്കാറുണ്ട്, വേണ്ട. നമുക്ക് അയൺ പിക്കേക്സ് ഉണ്ടാക്കണം. ഇനി ഇങ്ങനെ എഴുന്നിട്ട് നേരെ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നേരെ അയൺ ചെയ്താൽ മതി. നല്ല എഫിഷ്യൻ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.